വളരെ എളുപ്പമുള്ള ചോദ്യപേപ്പർ തന്നെയാണ്. മുൻവർഷ ചോദ്യങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം വന്നിരിക്കുന്നത്. വിഹകം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? വിഹകം വിഹായസിൽ ഗമിക്കുന്നത്, പക്ഷി എന്നർത്ഥം വരുന്നു. വിഹായസ് എന്നാൽ ആകാശം, ഗമിക്കുന്നത് പോകുന്നത്. ആകാശത്തിലൂടെ പോകുന്നത് ആരാ? പക്ഷിയാണ്. വിഹായസിലൂടെ ഗമിക്കുന്നത് വിഹകം, പക്ഷി. പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതുന്ന രൂപം. പ്രത്യേകം, പ്രതി പ്ലസ് ഏകം, പ്രതി പ്ലസ് ഏകം, പ്രത്യേകം. സ്വാശ്രയം എന്ന വാക്കിന്റെ വിപരീത പദം. സ്വാശ്രയം, പരാശ്രയം, ആശ്രയം, നിരാശ്രയം. സ്വാശ്രയം സ്വയം ആശ്രയിക്കുക, പരാശ്രയം മറ്റൊരാളെ ആശ്രയിക്കുക. അപ്പൊ സ്വാശ്രയം, സ്വാശ്രയം, പരാശ്രയം, ആശ്രയം, നിരാശ്രയം. ഒരു ആശ്രയം ഇല്ലാതാവുന്നതാണ് നിരാശ്രയം. ഓക്കെ, ആശ്രയം, നിരാശ്രയം, സ്വാശ്രയം, പരാശ്രയം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? ഒരുപാട് തവണ പറഞ്ഞെന്നാണ്. വാക്യശുദ്ധി. ഒരേ അർത്ഥമുള്ള വാക്ക് ഒരു വാക്യത്തിൽ ഒരുമിച്ച് വരില്ല, അതിനെ പൗനരുക്ത്യം എന്ന് പറയുന്നു. ഏകദേശം 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉദ്ദേശം 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏതാണ്ട് 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏകദേശം, ഓളം, ഏതാണ്ട്, സുമാർ, ഉദ്ദേശം ഇവയൊന്നും ഒരു വാക്യത്തിൽ ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോ ഏകദേശം, ഓളം രണ്ടും ഇല്ലാത്ത ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാട് എന്ന വാക്കിന്റെ പര്യായം അല്ലാത്ത പദം. കാട് എന്നതിന് പര്യായം അല്ലാത്തത് വിപിനം, അടവി, കാനനം, കാട് എന്നർത്ഥം. അച്ചലം എന്നാൽ പർവ്വതം എന്നർത്ഥം. അജല ഭൂമി, അചലം പർവ്വതം. കാനനം, അടവി, ആരണ്യം, വിപിനം കാടാണ്. അവതാരകൻ എന്നതിന് സ്ത്രീലിംഗ രൂപം ഏത്? അവതാരകൻ, അവതാരക, അവതാരകൻ, അവതാരക എന്നുള്ളതാണ്. അവതാരകൻ അവതരിപ്പിക്കുന്ന ആൾ, അവതാരക അവതരിപ്പിക്കുന്നവൾ. ഓക്കെ, അവതാരിക എന്തായിരിക്കും? പുസ്തകത്തിന്റെയൊക്കെ ആമുഖത്തെയാണ് നമ്മൾ അവതാരിക എന്ന് പറയുക. അതായത് ശ്രദ്ധയിൽപ്പെടുത്തൽ എന്നാണ് ശരിക്കും അവതാരിക എന്ന വാക്കിന്റെ അർത്ഥം. ആമുഖം എന്നാണ്. അവതാരകയാണ് അവതരിപ്പിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ വരിക. അമെന്റ്മെന്റ് എന്താണ്? ഭേദഗതിയാണ്. അമെന്റ്മെന്റ് ഭേദഗതിയാണ്. ഓക്കെ, ഭഗീരഥ പ്രയത്നം. ഭഗീരഥ പ്രയത്നം എന്താണ്? അതികഠിനമായ പ്രവൃത്തി അഥവാ കഠിനമായ പരിശ്രമം എന്നർത്ഥമാണ്. ഓക്കെ, ശരിയായ രൂപം ജഡം. സാ തിരിച്ചിടുന്നട, ജഡം. മനസ്സ് എന്നതിന്റെ പര്യായം. മനസ്സ് എന്ന് പറഞ്ഞാൽ മതിയാണ്. മൗലി എന്നാൽ ശിരസ്, കെട്ടിയ തലമുടി എന്നർത്ഥം. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി പാട്ട് കേട്ടിട്ടില്ലേ? ഇപ്പോൾ മൗലി എന്ന് പറഞ്ഞാൽ ശിരസ്. ഉത്തമാംഗം എന്ന് പറഞ്ഞാലും ശിരസ്സാണ്. വബുസ് ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞതാണ്. വബുസ് ശരീരം, കായം, മേനി ഒക്കെ എന്താണ്? ഗാത്രം ഒക്കെ എന്താണ്? ശരീരം എന്നർത്ഥമാണ്. വബുസ് കായം, മേനി ശരീരമാണ്. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു ഗാത്രം ശരീരമാണ്. കൃശഗാത്രം എന്താണ്? മെലിഞ്ഞ ശരീരം. ഗാത്രി ശരീരമുള്ളവൾ. കൃശം മെലിഞ്ഞ, മേതുരം തടിച്ച. കൃശഗാത്രി മെലിഞ്ഞ ശരീരമുള്ളവൾ. അതിനൊപ്പം പറഞ്ഞു തന്ന കാര്യമാണ് ഈ വബുസൊക്കെ. മൗലി എന്ന് പറഞ്ഞാലും ഉത്തമാംഗം എന്ന് പറഞ്ഞാലും ശിരസാണ്. വബുസ് എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥം. മതി എന്നാൽ പറയില്ലേ, മതിഭ്രമം, മനസ്സിന് ഭ്രമം എന്ന് പറയില്ലേ, മതി എന്നാൽ മനസ്സ് എന്നർത്ഥം, ബുദ്ധി എന്നൊക്കെ അർത്ഥം. ഓക്കെ, പിന്നെയുള്ളത് അപ്പൊ 10 ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അതൊക്കെ മുൻവർഷം തന്നെയാണ് നമ്മുടെ ക്ലാസ് പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ്.